ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ നാട്ടിലെ ലീവെല്ലാം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ കുറച്ചായി വന്നിട്ട്, പക്ഷേ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റലില്ല. പിന്നെ എന്ന് വിചാരിച്ചാൽ ഒന്നാമത് വീഡിയോ എടുത്താലും ചിലപ്പം ഇടണ്ടേ അങ്ങനെയുള്ള റീലായിരിക്കും കേട്ടോ. ചിലപ്പം വിചാരിക്കും വീഡിയോ ഇടാമെന്ന്, ചിലപ്പം വിചാരിക്കും വീഡിയോ ഇടണ്ടാന്ന്. അങ്ങനെ രണ്ടും മനസ്സിലായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണല്ലേ, പിന്നെ ഏതായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഒരു സാഹചര്യം അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള നീങ്ങണമല്ലോ. എല്ലാ സന്തോഷവും നമുക്ക് ഒരുമിച്ച് കിട്ടൂലല്ലോ. അപ്പം അതിൻ്റേതായ സാഹചര്യത്തിൽ അങ്ങനെ നീങ്ങാം. അപ്പം എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട്, ഒരുപാട് പറഞ്ഞാൽ ഒരുപാടല്ല, എൻ്റെ ഫാമിലിയിൽ നിന്നായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളും ഒരുപാട് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഉമ്മ, എൻ്റെ സിസ്റ്റേഴ്സ്, പിന്നെ എൻ്റെ ഫാമിലിയിലെ എല്ലാവരും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാനൊരിക്കലും മറക്കില്ല കേട്ടോ. അങ്ങനെയുള്ളവർ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ എന്നെ വീഡിയോ ഇടുന്നതിനെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഇതുവരെയും എൻ്റെതായ ഇത് വിട്ടിട്ട് ഇതുവരെ വീഡിയോ ഇട്ടിട്ടുമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഒന്നാമതൊരു ടൈം പാസ്സും ആയി. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാനിത് വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് അത്ര മതി, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നില്ലോ. പിന്നെ നമ്മൾ ഇപ്പം ദുബായിൽ എത്തിയിട്ടോ, അബുദാബിയിലേക്കാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ അബുദാബിയിലേക്ക് എത്തി. പിന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്മാരാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 1-2 മണിയായിരുന്നു കേട്ടോ റൂമിലെത്തുമ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ ബിരിയാണിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ കരൾ ഫ്രൈ അതെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ചൂടാക്കിയിട്ട് അതന്നെ രാത്രി കഴിച്ചു കേട്ടോ. ഇതിപ്പോൾ പിറ്റേന്ന് എടുക്കുന്ന വീഡിയോ ആണ്. പിറ്റേന്ന് ഉച്ചക്ക് നമ്മൾ റൂമിലുള്ള സാധനങ്ങളെല്ലാം നാട്ടിൽ പോയതുകൊണ്ട് തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നപാട് എന്തായാലും ഒരു മൂഡോട്ടാണ്. അപ്പം എന്തായാലും ഒന്ന് മൈൻഡും കൂടി ഒന്ന് മാറ്റുകയെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ പുറത്തിറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നെസ്റ്റോയിലേക്കായിരുന്നു കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായത്. ഞാൻ അധികം നെസ്റ്റോന്നോ സഫാരിന്നോ അങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങൽ. അപ്പം നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വന്ന് സാധനമെല്ലാം വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഉച്ചക്ക് സാധാ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അധികം ഇങ്ങനെ നോർമലായിട്ടില്ല, സാധാ ഫുഡിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള ഫുഡെല്ലാം ഇങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ വാങ്ങുന്നല്ലാണ്ട് ഈ ഒരു ടൈമിൽ രാത്രി ഇപ്പം ഞാൻ അധികം മസാല ദോശ അങ്ങനത്തെ എല്ലാമാണ് ഞാൻ വാങ്ങലിട്ടാ. പിന്നെ മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യം അങ്ങനത്തെ ഫുഡിനോടാണ്. പിന്നെ KFC അങ്ങനത്തെ എല്ലാം കഴിക്കും, അതെല്ലാം എപ്പോഴെങ്കിലും കഴിക്കും കേട്ടോ. ആദ്യമെല്ലാം കഴിക്കണ്ടേ, പിന്നെ അതിനോടൊരു മടുപ്പ്, അങ്ങനത്തെ എല്ലാം ഫുഡിനോടൊരു മടുപ്പ് പിടിച്ച്. പിന്നെ ഇതാ സാധനമെല്ലാം വാങ്ങിയിട്ട് നമ്മളിപ്പം പോകാൻ പോയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് മോളെ കഴിയുമ്പോൾ ഫോൺ ഉണ്ടായിരുന്നു, അപ്പോൾ ഓരോന്നിങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ റൂമിലേക്കെല്ലാം തിരിച്ചു പോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാത്രി 2 മണി ആ ഒരു ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായത്. പിന്നെ അങ്ങനെ സാധനങ്ങളെല്ലാം അങ്ങനെ ഫ്രിഡ്ജിലെല്ലാം വെക്കണ്ട, അങ്ങനെ മോശമെന്ന സാധനങ്ങളെല്ലാം അങ്ങനെ എടുത്തതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ടായിരുന്നു. സാധാരണ എല്ലാം എടുത്തു വെച്ചിട്ട് തന്നെയാണ് കിടക്കൽ. പിന്നെ രാത്രി നല്ലോണം ടയേർഡായിരുന്നു. പിന്നെ നല്ലോണം തലവേദന എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു, ബാക്കി സാധനങ്ങൾ അങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഏതായാലും പിന്നെ ഹസ്ബൻഡിനും പിന്നെ സമയം ഉണ്ടാവില്ല, സാധനം വാങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ വേഗം സാധനം വാങ്ങാനും പോയി.
അപ്പം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫുള്ള് വലിച്ചിട്ടാകെ അലങ്കോലമായിട്ടുണ്ടായിന്. എങ്ങനെ തുടങ്ങണ്ട് ഇടുന്നാ തുടങ്ങണ്ടെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ അവിടെ ഇരുന്നാൽ പിന്നെ അതെല്ലാം അങ്ങനെ തന്നെ കിടക്കും. എന്തായാലും നമ്മൾ എടുക്കേണ്ട ജോലി നമ്മൾ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്. ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചട്ടി, ഇതിന് പറയല് ചീനച്ചട്ടി എന്താ ഇതിന് പറയല്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നെ, ഉമ്മാനെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. നമ്മൾ പാൽ വാങ്ങുമ്പോൾ അതിൽ തന്നെ നെയ്യ് പാടയെല്ലാം എടുത്ത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഉമ്മ. പിന്നെ ഇതാ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ വന്നാൽ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ നാട്ടിൽ നിന്ന് വന്നപാട് അതിനോടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അന്ന് കഴിക്കാൻ തോന്നാല്. പിന്നെ ഇതാ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ബേക്കറിയിലെ സാധനമാണ് കേട്ടോ. ബേക്കറിയിൽ നല്ല അടിപൊളി മൈസൂർ പാക്ക് അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ഇതാണ് അവസ്ഥ. മക്കൾ ഇങ്ങനെ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. റൂമാകെ മൊത്തം അലങ്കോലമായിട്ടുണ്ടായിന്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ പത്തിൻ്റെ ഓട് ഇങ്ങനെ നല്ല ഓടായതുകൊണ്ട് അത് ഇങ്ങനെ ഇവിടുത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിയല്ല ഇവിടെ തന്നെ ഉണ്ട്. നല്ല നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നത് ഒരു നിറഞ്ഞൊരു ഇതാണ്. അങ്ങനെ കുട്ടീൻ്റെ കുറ്റിയെല്ലാം അങ്ങനെ അതുകൊണ്ടൊന്നും. പിന്നെ ഇത് മോളെ കൊണ്ട് തന്നെ ഞാൻ മോളിൻ്റെ വൃത്തിയാക്കുന്നതാണ് കേട്ടോ. ഓൾ ഡ്രസ്സ് ഓൾ മടക്കി വെക്കുന്നതാണ്. പിന്നെ ഇതാ സാധനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ വന്ന പാടെല്ലാം എന്തായാലും ഒരു മൂടോട്ട് തന്നെയാണ്. പാട് കുറച്ച് ദിവസം കൂടെ എന്തായാലും ശരിയാകാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇങ്ങനെ ഓരോരോ പണിയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ശരിയാവുമല്ലോ എന്ന് വിചാരിച്ച്. ചില ടൈമിൽ ഒന്നും പണിയെടുക്കാനൊന്നും തോന്നില്ല. ചില ടൈമിൽ പിന്നെ ഇറങ്ങും. അങ്ങനെ എന്തായാലും എനിക്കിങ്ങനെ വെയിച്ചിട്ടൊന്നും കാണാൻ ഇഷ്ടമേ അല്ല. എനിക്ക് എപ്പോഴും നല്ല നീറ്റിൽ തന്നെ കാണണം. നീറ്റിലധികം വെച്ചാൽ എന്തൊരു സമാധാനമാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ്. പിന്നെ വെളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ആകെ മൈൻഡെല്ലാം ഒന്നുകൂടി ഒരിതാവും. അല്ലാതെ പിന്നെ നമ്മൾ വരുന്നതിന് മുന്നേ ഒരാളെ കൊണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീനിലെ പെണ്ണുങ്ങളെ കൊണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ പൊടിയും കച്ചറയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്നാണ് എനിക്കെന്തായാലും അതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. കാര്യങ്ങളിലൊക്കെ ആയിട്ട്. പിന്നെ ഇതണ്ട നല്ല പച്ച ഈത്തപ്പഴമാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈത്തപ്പഴം. അപ്പം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇത് വല്ലാണ്ട് എല്ലായിടത്തും വലിച്ചിട്ടൊക്കെയാണ് ബാക്കിയിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇത് പൊടികളാണ് കേട്ടോ. പൊടികൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ എല്ലാം നാട്ടിൽ നിന്നല്ല. അപ്പം അതെല്ലാം അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. എൻ്റെ കട്ടിൻ്റെ ആ ഒരു അടയുന്ന സ്റ്റോറേജ് ആയിട്ട് വെക്കുന്ന ഒരിതുണ്ട്. അപ്പം അതിലാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ മോള് ഞാൻ അടിക്കുന്ന കണ്ടിച്ച് ഞാൻ അടിക്കുക എന്നിട്ട് ചെയ്യും. ഞാൻ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ആവേശത്തിൽ ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ട സഹായം ചെയ്യില്ലായിരിക്കും. പക്ഷെ ഇപ്പം മുമ്പ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ക്ലീനിക്കാക്കിൻ്റെ മേലെ തന്നെ കുട്ടീൻ്റെ ക്ലീനാക്കാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ കിച്ചണെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്കൊരു തൃപ്തി ഉണ്ടായില്ല. എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട ആ ഒരു ഇതാണ്. അങ്ങനെ ഒന്നും കൂടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുക്കിംഗ് ചാനലായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എനിക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെ ഇടണം ഉണ്ട്. അപ്പം ഇതുവരെ ഉണ്ടായ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായി. ഏകദേശം ഒരു 15 ആ ഒരു ടൈമിലാണ് തന്നെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത്. പിന്നെ രാത്രിത്തേക്ക് എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മ ഇറച്ചി വരട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെ ഉണ്ടായിരുന്നു രാത്രി. അപ്പം അതിൻ്റെ വരട്ടിയിട്ട് തിന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നെയ്പ്പത്തിലും ഉണ്ടായിരുന്നു, നെയ്പ്പത്തിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യയും അനിയനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കും ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് കഴിച്ചു കേട്ടോ, കൊടുത്തു കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.